പാലക്കാട് ക്രിസ്മസ് കരോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നിരിക്കുന്നു. സർക്കാർ UP സ്കൂളിലാണ് അത് നടന്നത്. അതിനെ ഞാൻ ശക്തമായിട്ട് അപലപിക്കുന്നു. ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ നിയമ നടപടി എടുക്കണമെന്ന് കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. കേരള സർക്കാർ എടുത്ത നിയമ നടപടിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ നടപടി സ്വാഗതാർഹമാണ്. ഗവൺമെൻറ് സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷമാകാം എന്നുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നബിദിനം അത് അങ്ങനെ സ്കൂളുകളിൽ ആഘോഷിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അതും അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നബിദിനവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയും പോലെയുള്ള ആഘോഷങ്ങളും ഗവൺമെൻറ് സ്കൂളുകളിൽ അനുവദിക്കുന്നതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും ആഘോഷ രീതി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും അതിനെപ്പറ്റിയുള്ളൊരു ബോധ്യമുണ്ടാകും. അങ്ങനെയുള്ള തീരുമാനത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഇന്ത്യൻ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ DYFI അവർ കരോൾ നടത്തുന്നത് സ്വാഗതാർഹമാണ്. കാരണം 2014 മെയ് മാസം 16-ാം തീയതി ഇടുക്കി ബിഷപ്പ് ഹൗസിലേക്ക് ബോംബെറിഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർ കരോൾ നടത്തി പരിഹാരം ഇപ്പോഴെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. അത് FIR 170 214 2024 കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രതികൾ ജോർജ് തൊട്ടിയൽ മുതലായിട്ടുള്ള 3 യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ്. DYFIക്കാരെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്ന അവസരത്തിൽ കോട്ടയത്തെ പാത്താമുട്ടത്ത് സെൻറ്റ് പോൾ ആംഗ്ലിക്കൻ ചർച്ചിൽ 2018 23-ാം തീയതി കരോൾ സംഘത്തെ ആക്രമിച്ച് DYFIയുടെ പ്രവർത്തകർ അവരെ 2018 ഞാൻ നോട്ടീസ് അയച്ചു, അതിൻ്റെ രേഖയുണ്ട്. 2018 ഡിസംബർ മാസം 23-ാം തീയതി പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 25ഓളം ആൾക്കാരെ മർദ്ദിച്ച് അവർക്ക് പരിക്കൊക്കെ ഏറ്റിട്ടുണ്ട്. അന്ന് ഫോട്ടോ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്, പത്രത്തിൽ വന്ന് ഞാൻ അത് അയച്ചു കൊടുത്താണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13 ദിവസം 2019 ജനുവരി മാസം 6-ാം തീയതിയാണ് അവരെ പുറത്തു വിടുന്നത്. ഞാനന്ന് DGPക്ക് അയച്ചതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം ചർച്ചയൊക്കെ നടത്തി വലിയ സമരങ്ങളും അതുപോലെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 ജൂൺ മാസം 6-ാം തീയതി ആ വീട്ടിൽ ആ പള്ളിയിൽ നിന്ന് ഇത്രയും 13 ദിവസം അവരെ അടച്ചവിടെ ഇരിക്കുകയായിരുന്നു. അവരെ പുറത്തു വിടാൻ വീട്ടിൽ വിടാൻ വേണ്ടി DYFI അനുവദിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രായശ്ചിത്തം ഇവിടെ കരോളായിട്ട് DYFI ആചരിക്കുന്നതിനെ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതിനോ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം. അത് ആണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം അതാണ്. പിന്നെ വേറൊരു കാര്യം, മുനമ്പം വിഷയമാണ്. മുനമ്പം വിഷയത്തിൽ എല്ലാവരുടെയും സഹാനുഭൂതിയെ ഞാൻ സ്വാഗതം ചെയ്യും. കാരണം മുനമ്പത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നു. മുനമ്പത്തെ വഖഫ് ഭൂമിയാണെന്ന് ചിലർ പറയുന്നു.
ചില രാഷ്ട്രീയക്കാർ, ചില പാർട്ടികൾ. അപ്പോൾ ഒന്നും മിണ്ടരുത് എന്നവർ പറയുന്നു. ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. നേരത്തെ നിസാർ കമ്മീഷൻ അന്വേഷിച്ച കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരേ കാര്യത്തിൽ തന്നെ 2 ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ, അന്വേഷിക്കാൻ സാധ്യമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ നിയമസഭയിലാണ് ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടന്നത്. ആ നിയമസഭയുടെ നടപടിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഇടപെടാൻ സാധിക്കുമോ എന്നൊരു സംശയമാണ്, എളിയ ഒരു സംശയമാണ് എനിക്കുള്ളത്. 2022 ഡിസംബർ മാസത്തിൽ ഇപ്പോഴത്തെ മന്ത്രി തന്നെ, ന്യൂനപക്ഷ മന്ത്രി തന്നെ, ആ നിയമസഭയിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. കാരണം നിയമസഭയിൽ നടന്ന കാര്യമാണ്. നിയമസഭയിൽ നടന്ന കാര്യത്തെപ്പറ്റി പുറത്ത് തെറ്റായിട്ട് പറയാൻ സാധ്യമല്ല. അങ്ങനെയാണ് എങ്കിൽ നിയമസഭയിൽ നടന്ന കാര്യത്തെപ്പറ്റി ജുഡീഷ്യൽ കമ്മീഷന് അന്വേഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കണം. അതുപോലെ എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കി. അത് മുനമ്പത്തെ ഭൂമിയെയും കൂടെ ബാധിക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കാര്യത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷന് അന്വേഷണം നടത്തുവാൻ സാധിക്കുമോ? സ്വാഭാവികമായിട്ടും അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്നെയല്ലേ കമ്മീഷനെ നിയമിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറുകക്ഷിക്ക് നിയമപരമായിട്ടുള്ള ബലം കൊടുക്കുന്ന, പ്രാഥമികമായിട്ടുള്ള ബലം കൊടുക്കുന്ന ഒരു നീക്കമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അത് തിരുത്താവുന്നതാണ്. കാരണം മറുകക്ഷിയെ സമയത്തോളം ഒരേ കാര്യത്തിൽ തന്നെ 2 കമ്മീഷൻ, അതിൽ ആദ്യത്തെ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിക്കുന്നു. അത് മന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നു. അത് നടപ്പിലാക്കാനുള്ള നടപടികൾ നീങ്ങുന്നു. അപ്പോഴേ വേറൊരു കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷൻ അന്വേഷിച്ചിട്ട് വേറൊരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ സാധിക്കുമോ? മാത്രമല്ല, ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? നിയമസഭയുടെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ പഠിച്ച നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ആ പാവ മനുഷ്യരെ കബളിപ്പിക്കരുത്. അവരെ സഹായിക്കാൻ വേണ്ടി ആര് മുന്നോട്ട് വന്നാലും തീർച്ചയായിട്ടും സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷേ അവരെ കബളിപ്പിക്കരുത്, വഞ്ചിക്കരുത്. അങ്ങനെ രാഷ്ട്രീയ കളിക്കുള്ള ഒരു അവസരമാക്കിയത് മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഞാൻ ആ മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പടപൊരുതുക തന്നെ ചെയ്യും, കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി എന്ന രീതിയിൽ. മറ്റൊരു വിഷയം, വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നു, ഇവിടെ മുസ്ലിം തീവ്രവാദികൾ, ഭീകരവാദികൾ മുതലായിട്ടുള്ള കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് UDF ജയിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ 2 ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടുള്ള വലത് ഇന്ത്യയുടെയും ഇടത് ഇന്ത്യയുടെയും രാഷ്ട്രീയ നാടകം കാണുന്ന അവസരത്തിൽ എനിക്കൊരു സംശയം തോന്നുന്നു. അത് 2010 കൈവെട്ട് കേസിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. നിരന്തരമായിട്ട് ഇതുപോലെയുള്ള കളികൾ നിരന്തരമായിട്ട് ചെയ്യുകയും നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇന്ത്യ അലയൻസിനെ പിന്തുണയ്ക്കുകയും ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇടതിന്ത്യയെ പിന്തുണയ്ക്കുകയും ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് വലതിന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന 2 കൂട്ടരും തമ്മിലുള്ള ഒരു അന്തർധാര ഇതിൻ്റെ അകത്തില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിജയരാഘവൻ പറഞ്ഞ അന്ന് തന്നെ ചെന്നിത്തലയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ നടന്നു. അതങ്ങനെ യാദൃശ്ചികമാണോ
ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ഇടത് മുന്നണി ഈ ഇടത് ഭീകരവാദികളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർക്കെതിരായിട്ടുള്ള വോട്ടുകൾ, അല്ലെ അവരിൽ നിന്ന് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ എന്ന് മനസ്സിലാക്കുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകൾ വരുന്നു. ഈ വിജയരാഘവൻ്റെ പ്രസ്താവന വരുന്നതെന്ന് തന്നെ KPCCയുടെ പ്രസിഡന്റ് ചോദിക്കുന്നു, കോൺഗ്രസ്സിലെ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അങ്ങനെ വരാനാണ് ശ്രമമെങ്കിൽ അതിനെ BJP തകർക്കുക തന്നെ ചെയ്യും. ജനങ്ങളെ ബോധവൽക്കരിക്കും. കാരണം മാറി മാറി ഇവർ വർഗീയവാദികളാണ് എന്ന് പറയുക, അതിനുശേഷം വർഗീയവാദി അല്ല എന്ന് പറയുക. മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ സംഘടനയുടെ എല്ലാം പേര് പറഞ്ഞിട്ട് അവർ പരിസ്ഥിതരാണെന്ന് പറയുക. അതുപോലെ തന്നെ PDP നേതാവ് അബ്ദുൽ നാസർ മദനിയെ പുകഴ്ത്തുക. ഇപ്പോൾ അവരെ ഒന്നും കാണുന്നില്ലല്ലോ. ഈ നമ്മുടെ മദനി ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആരെ ആ പ്രദേശത്തേക്കൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നു അത്? വർഗീയവാദത്തോടുള്ള സ്നേഹമല്ലായിരുന്നു, മദനിയോടുള്ള സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര ഇസ്ലാമിക് തീവ്രവാദികളുടെ ആ അവരെഴുതിയിരിക്കുന്ന കഥയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുകയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നണി തീവ്രവാദിയാവുന്നു, പിറ്റേ പ്രാവശ്യം തീവ്രവാദി അല്ലാതാവുന്നു? അവരുടെ എല്ലാം തന്നെ ആ തിരക്കഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മുന്നണികളും ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും രണ്ട് മുന്നണിയെ എതിർക്കണം. ആ എതിർക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണം ഞങ്ങൾ നടത്തും. ഇപ്പോൾ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം കാപട്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ വിജയരാഘവൻ്റെ ഈ പ്രസ്താവനയെ പറ്റി പറയാനുള്ളത്. രാജ്യസ്നേഹികളായിട്ടുള്ളവർ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിലുള്ള തിരക്കഥയ്ക്കയുടെ അടിസ്ഥാനത്തിൽ ഇവർ പ്രവർത്തിക്കുന്നതിൽ അവർ ബോധവാന്മാരായിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ബോധവൽക്കരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇനി ചോദിക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആരെന്താണെന്ന് എനിക്കറിയില്ല. കേന്ദ്രത്തിലെ ന്യൂനപക്ഷ സഹമന്ത്രി എന്ന രീതിയിൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേറെ ചോദ്യമുണ്ടോ? പത്രക്കാർക്കെതിരെ ഞങ്ങൾ പറയാൻ അത് BJPക്കാരാണോ? എനിക്കറിയില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചിട്ട് എന്താ കാര്യം? പത്രക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. ഇത്തരക്കാരെന്നാ പറഞ്ഞല്ലേ? ഇത്തരക്കാരെന്നാ? ശരി. അല്ല, ഞാൻ പറയുന്നത് അതെ, ഈ കുട്ടികൾക്കിപ്പോൾ അറിയില്ല വേറൊരു മതത്തിന്. ആ മതം ഏതെങ്കിലും ഒരു മതം ഇപ്പം ഞാൻ പറഞ്ഞ അവർക്ക് പറ്റുമെങ്കിൽ, ചിലരങ്ങനെ പറ്റിയല്ല, സ്കൂളിലൊന്നും അല്ല പൊതു സ്ഥലത്ത് നടത്തുന്നവരുണ്ടാവില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് പിടികിട്ടും. ഇപ്പോൾ ഈ മതസംഘടനകളുടെ സ്കൂളുകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അല്ലാത്ത നടത്താൻ ബുദ്ധിമുട്ടുണ്ട്, ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഇതാണെങ്കിൽ കുട്ടികൾക്കിത് മനസ്സിലാക്കാൻ, അത് തന്നെയല്ല എല്ലാം തന്നെ നമുക്കറിയാവില്ല. ആ ഭാരതീയമായിട്ടുള്ള ഒരു ഇപ്പം ഇത് മാപ്പിളപ്പാട്ട്, അത് ഇതൊരു കേരള തനിമയല്ലേ അതിൻ്റെ.
ആരാത് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം നല്ലതാണെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. കഴിഞ്ഞില്ലേ? കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ഞാൻ പറഞ്ഞത്. കേരള ഗവൺമെൻറ് അഭിപ്രായം ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് അവർ പ്രമേയം പാസ്സാക്കി, സമ്മതിച്ചു. ഇപ്പം ഈ ഭയങ്കരമായിട്ട് കരയുകയും നിങ്ങളുടെ കൂടെയാണ് എന്നൊക്കെ പറയുന്നവർ നിയമസഭ വിളിച്ചു കൂട്ടാൻ വലിയ പാടില്ലല്ലോ. മറ്റേ പ്രമേയം അവിടെ ഇരുന്നോട്ടെ, അവരുടെ രാഷ്ട്രീയമാണ്. അവരുടെ രാഷ്ട്രീയം മാറ്റുന്നത് ഞങ്ങൾക്ക് ദൂഷ്യമാണല്ലോ. അപ്പം അതുകൊണ്ട് അവർക്കും ദൂഷ്യമാണ്. അവരുടെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ രാഷ്ട്രീയം മാറ്റിക്കഴിഞ്ഞാൽ അവർക്കും ദൂഷ്യമാണ്, ഞങ്ങൾക്കും ദൂഷ്യമാണ്. അതിന് പകരം അവർ നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് ആ ഭൂമി ഞങ്ങൾ തിരിച്ചു കൊടുക്കും, അല്ലെ തിരിച്ചു കൊടുക്കണം എന്നൊരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പം മറ്റേ പ്രമേയം അവിടെ ഇരുന്നോട്ടെന്നേ, രാഷ്ട്രീയമല്ലേ. ഇത് ഭരണഘടനാപരമായിട്ട് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യാവകാശ സംബന്ധമായിട്ട് അവർക്ക് അവകാശമുണ്ട് എന്ന് പ്രമേയം പാസ്സാക്കുന്നതിന് എന്താണെന്ന് കുഴപ്പം? അല്ലെന്നേ, അതല്ല ഞാൻ പറഞ്ഞത്. വേറൊരു പ്രമേയം ഉണ്ടല്ലോ, അതിന് നിയമസഭയ്ക്ക് സാധിക്കാമല്ലോ, ഇല്ലല്ലോ. അതുപോലെ അല്ലെന്നേ, ഈ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി. ഈ ആദ്യം ഒരു പ്രമേയം നിങ്ങൾ പാസ്സാക്കിയില്ലേ, അതുപോലെ ഒരു പ്രമേയം പാസ്സാക്കാനേ ആ പാവം മനുഷ്യരെ എന്തിനാ നിങ്ങൾ ഇത് കബളിപ്പിക്കുന്ന എന്തിനാ? വാലിഡിറ്റി ഇല്ലേ, ഇല്ലാത്ത അതാ ഞാൻ പറഞ്ഞത്. നിയമസഭ പാസ്സാക്കുന്ന പല പ്രമേയങ്ങൾക്കും നമ്മുടെ മദനിയുടെ പറഞ്ഞില്ലേ, ഇതുപോലെ ലോകത്തെങ്ങും ഇതുണ്ടായിരിക്കുന്നില്ല. കോടതി അല്ല ജയിലിൽ കിടക്കുന്നയാളിനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വന്നപ്പോൾ. എന്ത് സ്വീകരണമായിരുന്നു? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയല്ലേ സ്വീകരിച്ചു. ഇതുപോലെ ഒരു മനുഷ്യനുണ്ടോ? ഇത് രാജ്യത്തിൻ്റെ സ്വത്താണ്, ഈ കേരളത്തിൻ്റെ സ്വത്താണ്, നമ്മൾ സംരക്ഷിക്കണം. ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. ആരാ സംരക്ഷിക്കുന്നത്? വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ 214 കോടി രൂപയാണ് ചോദിച്ചത്. അന്നേരം 145.5 വെച്ച് 2 പ്രാവശ്യം കൊടുത്തു. ഇപ്പോൾ അത്ര 290 അവർ ചോദിച്ച് കൂടുതൽ കൊടുത്തു. അത് കഴിഞ്ഞ് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യം, 2022 മുതൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്ന മിനിസ്ട്രി ഉൾപ്പെടെ എന്തിനു കൊടുക്കുന്ന ഫണ്ടും ലാപ്സാവില്ല. അത് സിംഗിൾ നോഡൽ ഏജൻസി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അതിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് അവരുടെ ഫണ്ടിലേക്ക് മാറും. സിംഗിൾ നോഡൽ ഏജൻസി ഫണ്ട് SDRF ആണെങ്കിൽ SDRFിലേക്ക് മാറും. അത് ആ പൈസ അവിടെ കിടക്കും, തിരിച്ചു പോരില്ല. നേരത്തെ പോലെ അങ്ങോട്ട് പോകണ്ട. അത് 22 മുതലാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 782 കോടി രൂപ അവിടെയുണ്ട്. അതിൻ്റെ കൂടെ 290 കൂടെ കൊടുത്തു. 214 ചോദിച്ചത്. കൊടുത്തതിന് ശേഷം പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് ഫണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിത് കൊടുക്കണം, കൊടുത്തില്ല. കൊടുത്തത് നവംബർ മാസം പകുതിയോട് കൂടിയാണ്. ഡിസംബർ മാസം ഇവരിതില്ല ടോട്ടലായിട്ടുള്ള പുനരധിവാസം അത് കൊടുത്തതിന് ശേഷം ഡിസംബർ മാസം 1-ാം തീയതി സമരം നടത്തിയുടെ താമസിക്കുന്നു. അവർ കൊടുത്ത നവംബറാണ്, ഇത് നടന്നത് ജൂലൈയിലാണ്. ശരി, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, അത് അംഗീകരിക്കും. അത് കഴിഞ്ഞ് അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എത്രയാ? 2221 കോടി. അപ്പോൾ അതിന് എല്ലാ സംവിധാനങ്ങളും എടുക്കുക, അത് പൈസ കൊടുക്കും എന്ന് മനസ്സിലായി. അപ്പോൾ പൈസ കൊടുക്കാതെ ഡ്യൂട്ടിയാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ്, അതിൻ്റെ വിഹിതം കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ കോടതിയിൽ കൊടുക്കേണ്ടി വന്നു 700 കോടി ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ 700 കോടി ഇവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് മുത്തച്ഛൻ്റെ കാലത്തെ കടമുണ്ട് എന്ന് പറഞ്ഞു. അത് സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നതാണ്. അത് വീട്ടണം. അങ്ങനെ ഇരുന്നപ്പോഴാണ്, അപ്പോൾ അതിനെ വിശദീകരിക്കാൻ പറ്റിയില്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പോഴാണ് എന്നോ ഒരിക്കൽ നമ്മുടെ എയർഫോഴ്സ് കൊടുത്ത ഒരു കത്ത്, അത് എന്തൊരു ക്രൂരതയാണെന്ന് നോക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ആ പൈസ എയർഫോഴ്സിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ് അല്ലത്, എയർഫോഴ്സിന് കൊടുക്കും. ഞാൻ ഓർക്കുന്ന, എനിക്ക് മനസ്സിലാകുന്നത് തിരുത്താം, മിക്കവാറും രാജ്യങ്ങളിൽ അങ്ങനെയാണ്.
അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഇപ്പോൾ ചോദിച്ച ഫണ്ടില്ലേ, ഫണ്ട് ഓർക്കുന്നില്ലേ, ഈ പ്രളയത്തിന് 5000 കോടി ചോദിച്ചിട്ട് 4200 കോടി രൂപ കൊടുത്തു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ. പിന്നെ നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരന്ത ഇതിന് കിട്ടുന്നത് ബാങ്കിലിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല. അത് നിൽക്കട്ടെ. എന്നിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള അവകാശം പോലെ എനിക്ക് അവകാശമല്ല. 119A നെഹ്റു ഇത് അമെൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ കഥ ഞാൻ കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എയർഫോഴ്സിൻ്റെ ഒരു സാധനം കിടക്കുന്നു. 2006 തൊട്ട് കൊടുത്തിട്ടില്ല പോലും ആശാന്മാർ 132 കോടി. ആദ്യം വന്ന ന്യൂസ് ഇതാ, വയനാടിന് വേണ്ടി 132 കോടി രൂപ കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു. ഇവിടുന്ന് ആരോ ചോദിച്ചു, എയർഫോഴ്സുകാർ വെറുതെ കള്ളം പറയുമല്ലോ, നമ്മുടെ മിലിറ്ററിയെ അവർ നിയമപരമായിട്ടേ ചെയ്യുള്ളൂ, അവർ രാഷ്ട്രീയം കളിക്കുകയില്ല. അത് കേന്ദ്രം പറഞ്ഞാൽ അവർ ചെയ്യല, ഒന്നും നടക്കുകയില്ല. അപ്പോഴാണ് പറഞ്ഞത് 13 കോടിയായി. അത് 13 കോടി എന്ന് പറഞ്ഞാൽ 2006 മുതൽ കേന്ദ്രം ഈ പൈസ എല്ലാം കൊടുത്തിട്ട് 700 കോടി ഇപ്പോഴും ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല. നമ്മുടെ മിലിറ്ററിയെ അപമാനിക്കല്ലേ ഇത്? മിലിറ്ററിയെ അപമാനിക്കല്ലേ? എയർഫോഴ്സിനെ അപമാനിക്കല്ലേ? നിമിഷം കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, 5:30 ആ ചെയ്ത സാധനം എല്ലാം കൂടെ വന്ന ഞാനവിടെ പത്രസമ്മേളനം നടത്തിയത് പ്രധാനമന്ത്രി. അന്ന് രാവിലെ ഈ 2:30 സംഭവം ഉണ്ടായിട്ട് 5:30 എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ PMO ഇന്ന് വേണം നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. എത്ര ആർമി പോയി അതിൻ്റെ സംഖ്യ, NDRFൻ്റെ, അതുപോലെ നമ്മുടെ എയർഫോഴ്സിൻ്റേത്, നേവിയുടേത്, അവരുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ 8 മണിയായപ്പോൾ പ്രധാനമന്ത്രി ചീഫ് മിനിസ്റ്ററെ വിളിക്കുക ചെയ്തത്. ആദ്യമായിട്ടായിരിക്കും ലോകത്തൊരു സ്ഥലത്ത് അങ്ങനെ നടക്കുന്നത്. പ്രാദേശിക ഭരണകർത്താവിനെ സെൻട്രൽ ഭരണകർത്താവ് വിളിച്ചിട്ട് അങ്ങോട്ട് പറയുന്നത് ഇതെല്ലാം ചെയ്തു എന്ന്. അതുമായിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അവിടെ വന്നിട്ട് എന്താണ് അന്ന് വന്നത്, ഞാൻ അവിടെ ഒന്ന് പത്രസമ്മേളനം നടത്തുകയാണ് കോഴിക്കോട്. അപ്പോഴാണ് ബെയിലി പാലത്തിൻ്റെ സാധനങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ മദ്രാസിൽ നിന്ന് വരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, അതിൻ്റെ ടെക്നീഷ്യൻസ് വരുന്നു എന്നെല്ലാം കൂടെ പറയുന്നത്. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു, ഈ റിലീഫ് വർക്ക് മുഴുവൻ ചെയ്തു. എന്നിട്ട് അത് തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം രാഷ്ട്രീയപരമായിട്ടാണ് അപ്പം ചിന്തിച്ചത്, അത് ഇവിടെ ഗുണം ചെയ്യല്ലോ എന്നുള്ളത്, മനുഷ്യത്വപരമായിട്ടല്ല അവിടെ ശ്രമിച്ചത്. അപ്പോൾ തന്നെ വിരോധമായി, ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അതിന് ശേഷം എന്നോട് പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അമിത്ഷാ നേരിട്ടും, നിങ്ങൾ എപ്പി സെൻറ്ററിൽ പോകണം, എന്നിട്ട് അവിടുത്തെ വീഡിയോ അയക്കണം, ഫോട്ടോ അയക്കണം, നിങ്ങൾ ഒരു കാരണവശാലും ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന റിലീഫ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത്, അതിൻ്റെ അകത്ത് ഇടപെടരുത്. ഇവിടുന്ന് നിങ്ങൾ വരുന്നതിന് മറുപടി കിട്ടും, നിങ്ങൾ പറയുന്നതിന് ഫോഴ്സിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഞാൻ ഈ ഇതെടുത്ത് അയച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും മദ്രാസിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, അന്ന് ഈ പറയുന്ന ഒരു നേതാക്കന്മാരും അവിടെ ഇല്ലായിരുന്നു. ഞാൻ ചെല്ലുന്ന അവസരത്തിൽ, കാരണം പാലം തകർന്ന് കിടക്കുകയാണ്, പാലത്തിൽ കയറി തൂങ്ങിയാണ്. ഈ നമ്മുടെ നാട്ടിൽ മരം വെട്ടിയിട്ടുണ്ടാക്കുന്നതേ ഉള്ളൂ, ഭയങ്കര ഫോഴ്സാണ്. അപ്പോൾ ആ കയറി തൂങ്ങിയാണ് അപ്പുറത്ത് ചെല്ലുന്നത്. അപ്പുറത്ത് ചെന്നിട്ട് അത് മുഴുവൻ അയച്ചു കൊടുത്ത് ആരുമില്ല, ഒരു നേതാക്കന്മാരും അവിടെ വന്നില്ല, കാരണം ഉരുളുപൊട്ടും തള്ളിപ്പോകുമെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം കയ്യും കാലും ഒക്കെ പൊങ്ങിപ്പോണ്ട്. 100 കണക്കിന് ഞാൻ നിൽക്കുന്ന ആ ഇതിൽ ചെളിയിൽ മനുഷ്യരുടെ ശവശരീരം കിടക്കുക. NDF-കാരന് ആയുധമില്ല, കാരണം ഒരു വണ്ടി അവിടെ വരില്ല. അവർ മാനുവലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു 2-3 ദിവസത്തിനുള്ളിൽ ബെയിലിപ്പാലം പൂർത്തിയാക്കും, അതിനുവേണ്ടിയുള്ള നടപടികളുണ്ട്. ഈ വീരവാദം അടിക്കുന്ന MP MLA ഉൾപ്പെടെയുള്ളവർ അവിടെ വരുന്നത് ചൂരൽമലയിൽ വരുന്നത് 4ാമത്തെ ദിവസമാണ്. എന്താ കാരണം? അവരുടെ ബോസുമാർ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് കണ്ടത് 2 പാലം ഉണ്ടായിരുന്നു. അന്നേരം നമ്മുടെ മെയിൻ പാലം കംപ്ലീറ്റ് ആകാൻ പോകുന്നു, അന്ന് വൈകുന്നേരം കംപ്ലീറ്റ് ആയി, അതിൻ്റെ പിറ്റേ ദിവസം ചെയ്യാൻ പോകുന്നത്. എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെ, ബെയിലി പാലം പൂർത്തിയായി, നിങ്ങൾ തിരിച്ചു വരണമെന്ന്. വേറൊരു പാലം ഉണ്ടായിരുന്നു, ഈ നടന്നു പോകാൻ വേണ്ടി ഒരു പാലം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഈ 32 ക്യാമറകളിലേക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു നേതാവ് വന്നു, ഡിഫാക്ടോ MP എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നാലും വയനാട്ടിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ രാജിവെച്ച ഡിഫാക്ടോ MP
5 മിനിറ്റ് അവിടെ വന്നു. ഞാനത് കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുപോലെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വന്നിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ഞാൻ മാനിക്കുന്നു. കാരണം അങ്ങോട്ട് അദ്ദേഹത്തിന് ബാക്കിയുള്ള മറ്റേ നേതാവിൻ്റെ അനുയായികൾ പറഞ്ഞത് അദ്ദേഹം നടത്തനാണ്, വരത്തെന്നല്ല പറയുന്നത്, നടക്കുന്നയാളാണ്, നടപ്പ് വിദഗ്ധനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നടക്കുമെന്ന് പറഞ്ഞൊരു തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അയാൾ അതിൻ്റെ പകുതി പോലും പോയില്ല. പാലത്തിൻ്റെ 5 മിനിറ്റ് നിന്നിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ എന്ത് മനുഷ്യത്വത്തിൻ്റെയാണ് പറയുന്നത്? അപ്പോൾ വന്ന ആ വെളുപ്പിനെ വന്ന ഈ മിലിറ്ററിയെ അപമാനിക്കുകയല്ലേ? അതെന്ത് രാജ്യസ്നേഹമാണ്? അത് ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാവോ? 132 കോടി ഇപ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞത് മിക്കവാറും ഫോഴ്സ് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ഭാഷയിൽ. നയതന്ത്രജ്ഞന്മാർ പറയുന്ന ഭാഷ പോലെ അവർക്കൊരു ഭാഷയുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ജനങ്ങളോട് മാപ്പ് പറയണം. 2 മുന്നണിക്കാരും. ഏതെങ്കിലും സംസ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ചോദിക്കട്ടെ. കൊടുക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് 3 മാസം എടുക്കണമായിരുന്നു. ഹിമാചൽ പ്രദേശുകാർ 3 മാസം എടുത്ത്, അതുകൊണ്ട് ഞങ്ങൾ 3 മാസം എടുക്കും. 1 മാസം എടുക്കുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ കൊടുക്കത്തില്ലേ? അതുകൊണ്ട് ആരും പേടിക്കണ്ട, പൈസ വരും. പക്ഷേ ആ അവസരത്തിൽ വേറെന്തെങ്കിലും കഥയായിട്ട് വരും. അതങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങോട്ട് പോയിരിക്കുന്നു, അങ്ങോട്ട് പോയിരിക്കുന്നു. പിന്നെ 10ാമത്തെ ദിവസം എന്തിനാണ് പ്രധാനമന്ത്രി വന്നത്? ഒരു കുട്ടി ഇങ്ങനെ അത് തലോടിയത് അതിഷ്ടപ്പെട്ടില്ല. അത് കുട്ടിയല്ലേ തീരുമാനിക്കുന്നു, അതായത് പ്രധാനമന്ത്രിയല്ലല്ലോ, കുട്ടിയല്ലേ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വയനാട്ടിലെ ഇങ്ങനെയുള്ള ഈ വളരെ തരം താഴ്ന്ന രാഷ്ട്രീയ മുതലെടുപ്പ് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ദുരന്തമുണ്ടാകുന്ന ഈ അവസരത്തിൽ ജനങ്ങൾക്കൊപ്പമാണെങ്കിൽ നേതാക്കന്മാരവിടെ എത്തണം, ആ സ്ഥലങ്ങളിൽ എത്തണം. അതിനെന്താ പേടിക്കുന്നത്? എന്തിനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലേ കേരളത്തിലുള്ളത്? അല്ലെങ്കിൽ ഞാൻ വെടികൊണ്ടിട്ടുണ്ട്, ഞാൻ വെടിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെന്തിനാണ് ഭയപ്പെടുന്നത്? അവിടെ എത്താൻ സാധിക്കുമല്ലോ, അവരുമായിട്ട് സംവദിക്കാൻ സാധിക്കുമല്ലോ, അവിടെ എന്താണ് വേണ്ടതെന്ന് ഭരണാധികാരികളെ അറിയിക്കാൻ സാധിക്കില്ലേ? അതിനുശേഷം സുരക്ഷിതമായതിനു ശേഷം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പോകുന്നത് തെറ്റാണ്. ഇനിയെങ്കിലും ആ സ്വഭാവം മാറ്റണം. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി, അവിടെ ആദ്യം എത്താൻ വേണ്ടി മുഖ്യമന്ത്രിയും എം പിമാരും എം എൽ എമാരും, അവിടുത്തെ MLA പോലും അവിടെ ഇല്ലായിരുന്നു, ഞാൻ നോക്കിയതാണ്. അവരൊക്കെ, അത് മാത്രമല്ല, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ അവിടെ പോയി 3.5 കിലോമീറ്റർ നടന്ന് അവിടെ അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് 3.5 കിലോമീറ്റർ ഇറങ്ങി വരുന്ന അവസരത്തിൽ അദ്ദേഹം ഈ കയറേ വഴി ഇറങ്ങി വരുന്നുണ്ട്. ലോ ആൻഡ് ഓർഡറിൻ്റെ ആളാണ് പോലീസ് ഓഫീസർ. ഏമാന്മാർ പോയാലേ, രാഷ്ട്രീയ നേതാക്കന്മാർ പോയാലേ അവർ പോവുള്ളൂ, മന്ത്രിമാർ പോയാലേ വരുള്ളൂ. അയാൾ പറയുകയാണ്, സാറ് പോയില്ലേ, എനിക്ക് ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജുള്ളതാണ്, ഞാൻ പോയില്ലേ, മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. അതേസമയത്ത് മുഖ്യമന്ത്രിയല്ല, ആരോഗ്യമുള്ള മന്ത്രിമാരുണ്ട് ഈ കൂടെ. അതാരാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. ഞാനൊരു പോലീസ് ഓഫീസറെ കണ്ടു, അയാൾ യൂണിഫോമിലായിരുന്നു. നല്ല കളി, ഇങ്ങനെ എടുത്തു തരണം. അപ്പോൾ പോലീസ് യൂണിഫോമിലായിരുന്നു, അങ്ങോട്ട് നടന്നു പോകുന്നു. ഇതാണ്. അതേസമയത്ത് ആരോഗ്യമുള്ള, എന്നും വന്ന് ജിലിജില എന്ന് പറയുന്ന ആരോഗ്യമുള്ള മന്ത്രിമാരില്ലേ, അവരൊന്ന് പോയിരുന്നെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ വരുമായിരുന്നു, ഇല്ലേ? എല്ലാ ഓഫീസർമാരും അവിടെ വരുമായിരുന്നു. എന്തിനാ ചീഫ് സെക്രട്ടറി അവിടെ വരുമായിരുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പറയണം. അത് തന്നെയല്ല, വികാരം മനസ്സിലാക്കണം. ഈ അടുത്ത കാലം വരെ എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നത്. അത് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. അവിടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ഒന്നും ഞാൻ കണ്ടില്ല. അവിടെ മനുഷ്യൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് ഈ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഈ കളി അവസാനിപ്പിക്കണം. ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ ദുരന്ത ഫണ്ട് ബാങ്കിലിട്ടതും അതിനുശേഷം മാധ്യമങ്ങൾ ബഹളം വെച്ചിട്ട്, പ്രൈവറ്റ് ബാങ്കിലിട്ടതും അതിനുശേഷം മാധ്യമങ്ങൾ ബഹളം വെച്ചിട്ട് നാഷണലൈസ്ഡ് ബാങ്കിലിട്ടതും ഈ കേരളത്തിൽ തന്നെയാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് ആ ട്രഷറിയിലെങ്കിലും കൊണ്ടുപോയിട്ടിരുന്നെങ്കിൽ ഈ ദാരിദ്ര്യം കുറച്ച് കുറഞ്ഞു കിട്ടിയേനെ. അപ്പോൾ അതെന്തിനു വേണ്ടിയായിരുന്നു? അതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഇതുപോലെ അത് നിങ്ങളൊരു സ്റ്റഡി നടത്തുന്നതിൻ്റെ നല്ലതാണ്. എന്നോടൊരു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞു, അത് എന്തോ ഒരു ഇത് പറഞ്ഞു, എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു ഇപ്പോൾ കണ്ടില്ലേ, അദ്ദേഹം പറയാണ്
എത്ര കോടിക്കണക്കിന് രൂപയാണ് വരുന്നത്, എന്തെല്ലാമാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്നത് മുഴുവൻ നിങ്ങളൊന്ന് പഠിക്കണം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ 2 വർഷത്തെ പഠിച്ചാൽ 4 വർഷത്തെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്നത്തെ പ്രഖ്യാപനങ്ങൾ എത്ര കോടി രൂപ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെയെല്ലാം മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളൊരു കഥ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ അത് പഠിച്ചിട്ട് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന അവസരത്തിൽ ഈ സർക്കാരിൻ്റെ, അത് നിങ്ങൾ വേണേൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞാൽ, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതൊരു കോമൺ കാര്യമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ഈ ഒരു 2006 മുതലുള്ളത് നിങ്ങളെടുത്തു കുറച്ച് കാലഘട്ടത്തിലേക്ക്. എന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് എഴുതിയാൽ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞതെന്നാണ്, വലിയ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞതെന്നാണ്. അങ്ങനെ മാധ്യമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനിയുള്ള സമയത്ത് ആ കാര്യങ്ങൾ നടക്കും. അപ്പൂപ്പൻ്റെ കാലത്തെ കടത്തിൻ്റെ കാര്യം പറയല്ല, മുത്തച്ഛൻ്റെ കാലത്തെ കടത്തിൻ്റെ കാര്യം പറയില്ല. എന്തുകൊണ്ട്, അതാണ് അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് ആ മുത്തച്ഛൻ്റെ കാലത്തെ അന്ന് ഉപയോഗിച്ചില്ല എന്നുള്ള ചോദ്യം വരുന്ന അവസരത്തിൽ പിന്നെ അത് പറയില്ല എന്ന് പറഞ്ഞത്. ഞാനും അപ്പോഴാണ് ചിന്തിച്ചത് ഇങ്ങനൊരു സംഭവം. ഞാനിപ്പോൾ മനസ്സിലൂടെ ഓർത്തു, ഓക്കി ഉൾപ്പെടെയുള്ള എന്തൊരു ബഹളമായിരുന്നു അവിടെ, എന്തെല്ലാം സഹായങ്ങൾ, എവിടെ നിന്നെല്ലാം കോടിക്കണക്കിന് രൂപ. ഇപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കും എന്താ സംഭവം. സർക്കാരല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കതാണല്ലോ ന്യൂസ് വേണ്ടി, നിങ്ങളൊന്ന് പഠിച്ചു നോക്കാനാണ് പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നത്. അത് മീഡിയക്കാരെ ഞാൻ കുറ്റം പറയല്ല, പക്ഷേ ഇങ്ങനൊരു ഉപകാരം ചെയ്യണമെന്ന് അറിഞ്ഞു ഒരു വലിയ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. കാരണം ശ്രദ്ധ പോകുന്നു, വേറൊന്നും വരുന്നു. വേറൊന്നും വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ. ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ഉരുളുപൊട്ടൽ എന്തായിരുന്നു ഓർക്കുന്നില്ലേ, മലബാർ തന്നെയാണ്. അത് ശ്രദ്ധ പോകുന്നു. ആ ശ്രദ്ധയിൽ ഈ തേർഡ് എസ്റ്റേറ്റിനാണ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, ഭരണാധികാരികൾ തീർച്ചയായിട്ടും പുതിയതായിട്ടുള്ള ഇത് വരും. അപ്പോൾ അല്ലെന്ന് NDRF, SDRF, ആ കണക്ക് ഈ കണക്ക് അതൊക്കെ വിട്. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുന്ന ഒരു വീടിന് തകർന്നാൽ 1 ലക്ഷം ചെലവഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാരിന് 4 ലക്ഷവും വീട് വാങ്ങി സ്ഥലം വാങ്ങി കൊടുക്കാൻ 10 ലക്ഷമാണ് മൊത്തം കൊടുക്കുന്നത്. അതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ തുക എടുത്ത് ചെലവഴിച്ചാൽ CAG ഉൾപ്പെടെയുള്ള പിന്നീട് പലിശ നടത്തുമ്പോൾ അപ്പോൾ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ വയനാടിന് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് കൊടുക്കല്ലേ നല്ലത്, അത് ഉടൻ തന്നെ കൊടുക്കല്ലേ നല്ലത്. അല്ല കൊടുക്കുക എന്ന് പറഞ്ഞാൽ കണക്ക് കിട്ടണ്ടേ, നിയമമില്ലേ ഇവിടെ. അതുപോലെ നിങ്ങളുടെ വീട് തകർന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് മറ്റേ അയലോക്കംകാർ വരട്ടെന്ന് പറഞ്ഞിട്ടിരിക്കില്ലല്ലോ, നിങ്ങളും കൂടെ ചെയ്യല്ലേ. അതാ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ വീട് തകർന്നപ്പം ആ മകൻ അവൻ കൊള്ളിയാലെന്നേ, അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഭാര്യ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളിരിക്കുമോ, ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇത് നടക്കുന്ന അവസരത്തിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ ഇത് മുത്തച്ഛൻ അല്ലെ അച്ഛൻ എനിക്ക് ഇത്രയും പൈസ തന്നുള്ളൂ അതുകൊണ്ട് വേണ്ട എന്ന് പറയുമോ, ഇല്ലല്ലോ. നമ്മുടെ വീടല്ലേ തകരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി വേണം. ഇത് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ കുറ്റം പറയാം, ഒരു പ്രശ്നമില്ലെന്നേ. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, നിങ്ങളോടല്ലാതെ ഞാൻ ആരോടാ പറയുന്നത്. ഒരു വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാണ് അത് 4th എസ്റ്റേറ്റിന് മാത്രമേ നടക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതുപോലെയായിരുന്നു, പക്ഷേ അത് നിമിഷം കൊണ്ട് മാറി. കാരണം അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വരികയാണ്. ഇത് നിങ്ങളൊന്ന് പഠിക്കുകയല്ലേ. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഇങ്ങനെ വരുന്ന അവസരത്തിൽ വരുന്ന അവസരത്തിൽ പരിഹരിക്കപ്പെടും. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അല്ല എഴുതാതെ എങ്ങനെ പറ്റുമല്ലോ, നിങ്ങളുടേത് ചിലവാകണ്ടേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയാണ്. കേന്ദ്രത്തിലെ കുറ്റം പറയുക, രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ അനുവർത്തിക്കുന്നതിൽ, കാരണം നിങ്ങളുടെ മാനേജ്മെൻറ്റുകളുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഒരു നിങ്ങളുടെ നയമുണ്ട്, അതിൻ്റെ സർക്കുലേഷൻ്റെ സൈക്കോളജി ഉണ്ട്, അതുപോലെ റേറ്റിങ്ങിൻ്റെ സൈക്കോളജി ഉണ്ട്. അതനുസരിച്ച് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനെല്ലാം റെക്കോർഡിക്കലാണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാഖ്യാനം വെച്ച് എഴുതാം. ഇനിയിപ്പോൾ എന്നോട് എന്തിനാണ് ചോദിച്ചിട്ട് എഴുതുന്നത്?